നല്ല സ്ഥലം കാണാൻ. മായ വന്നില്ല. എല്ലാരും വിളിച്ചേ ഹാപ്പി ആയിരിക്കണം എല്ലാരും. ഏതാ ഏതാ അതെന്താ കഥകളിയുടെ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. ടിൻസ് ആണോ? സത്യോ? എവിടെ സ്ഥലം? അമ്പലപ്പുഴ അല്ലേ? പേരെന്താ? ജീവാദേവ. സ്ഥലല്ലേ? എല്ലാവരും കൊള്ളാം. അടിപൊളി. മൂക്കുത്തി അടിപൊളി കേട്ടോ. മൂക്കുത്തിക്ക് തരുമോ? പരിപാടി കഴിയുമ്പോൾ എനിക്ക് മൂക്കുത്തി തരണം കേട്ടോ. അടിപൊളിയായിട്ട് നോ പപ്പ അല്ല, പാർട്ടിക്കാരൻ നമ്മുടെ. പപ്പയോ? എന്റെ മോള് അവര് പറയുന്നത് പുതിയ പപ്പയാണ്. അവരെനിക്കറിയാം. ഇവിടെ സ്ത്രീകൾക്ക് എന്താണ് കാര്യം? ഞാന് ഇന്നലെ നമ്മളെ വർണ്ണപ്പകിട്ടിന് കണ്ടായിരുന്നു. ഒരു തല മാത്രം, അവിടെ കുറച്ച് മാത്രമേ കണ്ടുള്ളൂ. സുഖമായിട്ടിരിക്കും. പ്രോഗ്രാം ഇല്ലേ മോക്കിപ്പോ? ഇല്ലേ? തിരുവനന്തപുരം ടീം ഇത്രയേ ഉള്ളോ? ശോഭന ചേച്ചി ഇവിടെ പോവാ.
ആ ശരി. അവിടെ അമ്മ രഞ്ജമ്മ കടിയുണ്ട്. മക്കളെ പിന്നെ കാണാം. എല്ലാ മക്കളെയും ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിന്റെ പിന്നെ എന്തായാലും എടുക്കും. എന്നെ മനസ്സിലായല്ലോ. പക്ഷെ എന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോ മമ്മൂട്ടി 5 വർഷമായിട്ട് വിളക്കെടുക്കും. അപ്പം എന്താണ്, എന്തെങ്കിലും ഇഷ്ടത്തോടെയാണോ അതോ എന്തെങ്കിലും നമ്മളിപ്പോ വഴിപാടായിട്ടോ നേർച്ചയായിട്ടാണോ അങ്ങനെ ദേവി എഴുന്നള്ളുകയാണ്. ഏകദേശം ഇത് 3:30-4 മണിയാകുമ്പോഴത്തേക്കാണ്. 3:30 ആയപ്പോഴാണ് വന്നത്. ഇത് കാത്താണ് എല്ലാവരും ഇരിക്കുന്നത്. ചിലർ 10 മണി തൊട്ട് വന്ന് നിൽക്കുന്നവരുണ്ട് വെളുപ്പിനെ 3:30 വരെ. പിന്നെ ക്ഷേത്രത്തിൽ വന്നിട്ട് പോയി തിരികെ പോയിട്ട് ദേവി പ്രദക്ഷിണത്തിന് വരുന്നവരുണ്ട്. ഈ സമയത്ത് ആണ് എല്ലാവരും അനുഗ്രഹം തേടി കുറേ ദിവസങ്ങൾ വ്രതമെടുത്ത് ദേവിയുടെ അനുഗ്രഹം തേടി നിൽക്കുന്നവരെല്ലാം ഈ സമയത്തിനാണ് കാത്തിരിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ വിളക്കെടുപ്പ് കഴിഞ്ഞു. പലപ്പോഴും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. എന്താടാ ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കും എൻ്റെ അമ്മയ്ക്ക്. ഇതിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. അമ്മയാണോ അത്? അങ്ങനെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ കാണുന്ന എല്ലാവർക്കും കൊട്ടുംകുളങ്ങര അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.